ഏകമകൾ ഖുഷിയുടെ 13ാം ജന്മദിനം വളരെ ആഘോഷമായി തന്നെയാണ് സിംഗിൾ മദർ കൂടിയായ നടി ആര്യ ബെഡായി കൊണ്ടാടിയത്. ആഘോഷത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ആര്യ. അക്കൂട്ടത്തിൽ തന്നെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പിറന്നാൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ ആദ്യം പങ്കിട്ട ഒരു വീഡിയോയ്ക്ക് കീഴിൽ ഒരാവശ്യവുമില്ലാതെ മിഥുനം 2.0 എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും അസഭ്യം പറഞ്ഞയാൾക്കെതിരെ നടി ആര്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ മകളുടെ ബർത്ത്ഡേ റീലിൽ തിരക്കമിട്ടിട്ടയാളെ തുറന്നു കാട്ടുകയാണ് ആര്യ ആരാധകർക്ക് മുന്നിൽ. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ തന്നെയായിരുന്നു ആര്യയുടെയും പ്രതികരണം. ഒരു മനസുഖമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയായി മാറുകയാണ്. നിരവധി പേർ ആര്യയ്ക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയുടെ മകൾ ഖുഷിയുടെ 13ാം ജന്മദിനം. മകളുടെ പിറന്നാൾ ആര്യ ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയും ചെയ്തു. ഇതിന്റെ റീലുകളും കഴിഞ്ഞ ദിവസം ആര്യ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ വീഡിയോയുടെ കീഴിൽ ഒരാൾ കമന്റുമായി എത്തുകയായിരുന്നു. ഈ കമന്റും അതിട്ട മിഥുനം 2.0യുടെ പേരുമെല്ലാം പുറത്തുവിട്ടുകൊണ്ട് തന്നെയാണ് ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിയുടെ റീൽ താൻ പങ്കുവച്ചിരുന്നു. അവൾക്ക് 13 വയസ്സായതിന്റെ പാർട്ടി ഉണ്ടായിരുന്നു. അതിന്റെ റീലാണ് തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചത്. ആ റീൽ ഇപ്പോഴും തന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ആ ഒരു കമന്റും അതിലുണ്ട്. അതിന്റെ താഴെ വന്ന അതിമനോഹരമായ ഒരു കമന്റാണ് ഇവിടെ താൻ പങ്കുവച്ചിരിക്കുന്നതെന്നാണ് നടി പറയുന്നത്. മിഥുനം 2.0 എന്നാണ് പേര്. റിയൽ അക്കൗണ്ട് ആണോ ഫേക്ക് അക്കൗണ്ട് ആണോ ഇതെന്ന് തനിക്കറിയില്ല. കയറി നോക്കിയിരുന്നു താൻ. എന്നാൽ പക്ഷേ ഇത് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നുവെന്നാണ് ആര്യ ഒരു വീഡിയോ പങ്കുവെക്കുമ്പോൾ പറഞ്ഞത്. എന്നാൽ പക്ഷേ നിലവിൽ ആ അക്കൗണ്ട് പ്രൈവറ്റിൽ നിന്നും മാറ്റി പബ്ലിക് ആക്കിയിട്ടുണ്ട്. ബർത്ത്ഡേ റീലിന്റെ താഴെ വന്ന് ഇങ്ങനെയൊരു കമന്റ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ആര്യ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിലൂടെ പറയുന്നത്. ചിലപ്പോൾ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇതിട്ടത്. എന്നാൽ പിന്നെ മനസുഖം ഇത്തിരി അധികമായിക്കോട്ടെ എന്ന് കരുതിയാണ് താൻ ഈ വീഡിയോ ചെയ്യുന്നതെന്നാണ് നടിയുടെ മറുപടി. ആവശ്യത്തിന് മനസുഖം അദ്ദേഹത്തിന് കിട്ടിയെന്ന് താൻ കരുതുന്നുവെന്നും ആര്യ ഒരു വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു വീഡിയോ ഇവിടെ പങ്കുവെക്കുന്നത് കൊണ്ട് തനിക്കും ചെറിയൊരു മനസുഖം കിട്ടുന്നുണ്ട് കേട്ടോ എന്നും, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, തനിക്കും മനസുഖം എനിക്കും മനസുഖം, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും ആര്യ കൂട്ടിച്ചേർക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഈ ഒരു വീഡിയോ ആര്യ പങ്കിട്ടതിന് പിന്നാലെ തന്നെ നിരവധി പേരാണ് ആര്യയ്ക്ക് പിന്തുണയുമായി എത്തുന്നത്. അയാളുടെ വീട്ടിൽ ഇങ്ങനെയായിരിക്കും ജന്മദിന ആശംസകൾ പറയുന്നത്. വീട്ടിലുള്ള അച്ഛനും അമ്മയും ഇങ്ങനെയായിരിക്കും അയാളെ വളർത്തിയത്. ഭാര്യയും മക്കളും ഒന്നും അയാൾക്കില്ലായിരിക്കും. ആവശ്യത്തിന് മനസുഖം കൊടുത്ത ചേച്ചി തന്നെ ഹീറോ. പോട്ടെ ചേച്ചി വിട്ടുകള, കുറെ ഞരമ്പ് രോഗികളുടെ ഇടയിലല്ലേ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ചില കമന്റുകളുമുണ്ട്. ജീവിതത്തിൽ എങ്ങും എത്തിപ്പെടാതെ തോറ്റുപോയവന് മറ്റുള്ളവരുടെ ജീവിതത്തിലെ സന്തോഷം കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് അവനിലെ മറ്റൊരു സന്തോഷം. കിട്ടിയോ ഇല്ല, ചോദിച്ചു വാങ്ങി എന്നാണ് മറ്റൊരാളുടെ കമന്റ്. അതുപോലെ തന്നെ മിഥുനമണ്ണന്റെ മുഖത്തേക്ക് നോക്കിക്കേ, ഇപ്പോൾ എന്തൊരു ചൈതന്യം എന്നിങ്ങനെയൊക്കെയാണ് ആരാധകരുടെ കമന്റുകൾ. അതേസമയം തന്നെ ആര്യയുടെ വീഡിയോയ്ക്ക് കീഴിൽ അയാൾ കുറിച്ച് കമന്റ് തപ്പിയെത്തുന്ന ആരാധകരും ഇയാളെ വിമർശിച്ചുകൊണ്ട് കമന്റുകൾ കുറിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.